ഒരു വലിയ പ്രതിഷേധം തന്നെ അരങ്ങേറാൻ പോവുകയാണ് ഇന്ത്യയിൽ. കോൺഗ്രസ് ആണ് അതിന്റെ തലതൊട്ടപ്പൻ. യുദ്ധം BJPക്കെതിരെയും. അതെ, അംബേദ്കർക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഐക്യത്തിന്റെയും സാമൂഹിക നീതിയുടെയും ശക്തമായ സന്ദേശവുമായി ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രചരണ പരിപാടികളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ അഭിയാൻ എന്നീ പേരിൽ മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും ഭരണഘടനയെയും ആദരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചാണ് കോൺഗ്രസിന്റെ ഈ ക്യാമ്പയിൻ. നീതി, സമത്വം, ജനാധിപത്യം എന്നിവയുടെ തൂണുകളാണ് ഈ മൂന്ന് പേരെന്നും അതിനാലാണ് അവർ സർക്കാരിന്റെ ആക്രമണത്തിന് നിരന്തരം വിധേയമാകുന്നത് എന്നും കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി പവൻ ഖേര പറഞ്ഞു. ജനുവരി 26-ന് മധ്യപ്രദേശിലെ ഡോക്ടർ അംബേദ്കർ നഗറിൽ പരിപാടിക്ക് തുടക്കം കുറിക്കും. അംബേദ്കറുടെ പൈതൃകവും മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി സംവിധാൻ ബച്ചാവോ രാഷ്ട്രീയ പദയാത്ര അടുത്ത വർഷം ജനുവരി 26 വരെ സംഘടിപ്പിക്കും. ഈ പ്രചരണത്തിന് കീഴിൽ പാർട്ടി നേതാക്കൾ എല്ലായിടത്തും ഗ്രാമതല യോഗങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അംബേദ്കറിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പവൻ ഖേര ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി മാപ്പ് പറയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടുമെന്നും തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ആഭ്യന്തരമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് അംബേദ്കറെ അപമാനിക്കുന്നതിൽ മോദി പങ്കാളിയാവുകയാണ് ചെയ്തത് എന്നും ഖേര കുറ്റപ്പെടുത്തി. ജാതി സെൻസസ് നടത്താനുള്ള BJP സർക്കാരിന്റെ വിസമ്മതം, കോർപ്പറേറ്റ് പ്രീണനം, ജനാധിപത്യ സ്ഥാപനങ്ങളെ തുരങ്കം വെക്കൽ, പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തൽ, മഹാത്മാഗാന്ധിയുടെ ഘാതകനെ മഹത്വൽക്കരിക്കൽ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ലഘുലേഖ വിതരണം ചെയ്യാനും കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനിടെയായിരുന്നു അംബേദ്കറെ കുറിച്ചുള്ള അമിത്ഷായുടെ അപകീർത്തികരമായ പരാമർശം. അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇതിനു പകരം പ്രതിപക്ഷം ദൈവനാമം പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷം സംയുക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ഗാന്ധിയുടെ പൈതൃകം പോലും ഭീഷണിയിലാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. BJPയെയും വലതുപക്ഷത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സോണിയ തന്റെ അഭിപ്രായം പങ്കുവച്ചത്. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളവരിൽ നിന്നും അവർക്ക് പിന്തുണ നൽകുന്ന ആശയങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലാണെന്നാണ് സോണിയ ആരോപിക്കുന്നത്. BJPയെയും RSSനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയാഗാന്ധി ഈ വിമർശനം കടുപ്പിക്കുകയായിരുന്നു. ഈ സംഘടനകൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയിട്ടില്ല. അവർ മഹാത്മാഗാന്ധിയെ കഠിനമായി തന്നെ എതിർത്തു. അവർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മോശം അന്തരീക്ഷം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കൊലയാളികളെ അവർ മഹത്വൽക്കരിക്കുന്നുവെന്നായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത്.